വർഗീയതയോടും വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകളോടും ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ പോലീസിന് കിട്ടിയ നിയമോപദേശം അനുസരിച്ചാണ് പോലീസ് കേസെടുക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക വിഭാഗത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല, ഒരു പൊതു പ്രസ്താവനയാണ് നടത്തിയതെന്നാണ് പോലീസിൻ്റെ നിഗമനം. അങ്ങനെ ആയിരിക്കുമ്പോഴും കേരളീയ സമൂഹത്തിനകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് വിദ്വേഷം പടർത്തുന്ന വിഭജനപരമായ വികാരങ്ങൾക്ക് തീക്കൊളുത്തുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പരാമർശവും ആരുടെയും പ്രസ്താവനയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിലമ്പൂർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല, അദ്ദേഹത്തിന് സ്കൂളും കോളേജും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ, സ്വതന്ത്ര സംസ്ഥാനമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ വലിയ ഭീകരതയാണ്, പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് ഇന്നത്തെ ഒരു ദേശീയ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ എതിരായിട്ട് കടുത്ത വിദ്വേഷ പ്രചരണത്തിന്, അങ്ങനെ സമൂഹത്തിന് വിഭജനം ഉണ്ടാക്കാനും ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളുടെ ഇത്തരം പരാമർശങ്ങൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ പ്രസ്താവന തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഇപ്പോൾ എന്താണ് ആ കാര്യത്തിൽ, ഞാൻ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ സഹോദരങ്ങളാണ്, എനിക്ക് അങ്ങനെ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴും അദ്ദേഹം തെറ്റായ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് നിയമപരമായി കേസെടുക്കേണ്ട പ്രശ്നമാണോ എന്നുള്ളത് നിയമോപദേശം അനുസരിച്ച് പോലീസ് ചെയ്യട്ടെ. പക്ഷേ സമൂഹത്തിനകത്ത് ഇതിന്റെ പേരിൽ വിഭജനം ഉണ്ടാക്കാനും ധ്രുവീകരണം നിർത്താനുമുള്ള ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ഒരു കേവല പ്രസ്താവനയിൽ ഈ കേസ് എടുക്കുന്ന കാര്യം മാത്രമല്ലല്ലോ പെടുക. അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്, അതിന്റെ തലപ്പത്തിരിക്കുകയാണ്. അപ്പൊ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ മേലാപ്പിൽ ഇരുന്നു കൊണ്ട് മലപ്പുറത്ത് മുസ്ലിമേതര സമൂഹങ്ങളൊക്കെ ഭയന്ന്, ശ്വാസം കഴിക്കാൻ പോലും ഭയന്നാണ് ജീവിക്കുന്നത് എന്ന് ഒരാൾ പറയുകയാണ്. എന്താണ് വസ്തുത? മലപ്പുറത്ത് ഞാനും അങ്ങും തന്നെ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുപാട് തവണ മലപ്പുറം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണല്ലോ. അപ്പോൾ മലപ്പുറത്തൂടെ പോയ ആരും അത് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും പറയാനും കഴിയില്ല. വെള്ളാപ്പള്ളി നടേശന് തന്നെയും അക്കാര്യത്തിൽ ബോധ്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷവും അദ്ദേഹം ഇത്തരത്തിലുള്ള സമിതികളുടെ തലപ്പത്തിരിക്കുന്നു. അദ്ദേഹം വലിയ സ്വീകരണം മുഖ്യമന്ത്രിയാലും 4 മന്ത്രിമാരാലും ഏറ്റുവാങ്ങപ്പെടാൻ പോകുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ചോദിക്കുന്നത്. വർഗീയത എന്നുള്ളത് ഒരു തരത്തിൽ കുഴപ്പമില്ലാത്ത ഒരു കാര്യമായി മാറുകയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി ഇതുപോലെയുള്ള ആളുകൾ കൈവരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇല്ല, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന, ആ പ്രസ്താവന ഇന്നത്തെ നമ്മുടെ ഒരു ദേശീയ സാഹചര്യത്തിൽ വളരെ അപകടകരമായ സൂചനകളുള്ളതാണ്. അത് സമൂഹത്തിൽ ദോഷം ചെയ്യും. ആ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കണം. കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വളരെ സംഘടിതമായ ഹിന്ദുത്വവാദികളുടെ പ്രചാരണം, വിദ്വേഷ വിഭജനം ഉണ്ടാക്കാനുള്ള നീക്കം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം പ്രസ്താവനകൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അദ്ദേഹം ഇന്ന് ഈ കാര്യത്തിൽ, ഞാൻ മലപ്പുറത്തുള്ള എല്ലാ ആളുകളും സഹോദരന്മാരാണ്, അവരോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പൊതുവായ ഞങ്ങളുടെ ഒരു അവസ്ഥ പറയുകയായിരുന്നു. അപ്പോൾ ആ പ്രസ്താവനയിൽ തെറ്റായ ഒരു ധ്വനിയുണ്ട് എന്ന് എനിക്കും അഭിലാഷനും ഒക്കെ അറിയാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അത്തരം പ്രസ്താവനകൾ പാടില്ല. ഇനിയിപ്പോൾ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്വീകരണത്തിന്, അദ്ദേഹത്തിന് SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്കാണ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത്. ആ രീതിയിൽ ചേർത്തലയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കും. അതിൽ മന്ത്രിമാർ പങ്കെടുക്കണമോ മുഖ്യമന്ത്രി പങ്കെടുക്കണമോ എന്നുള്ള കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അവർ ക്ഷണിച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാനുള്ള തീരുമാനമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഈ പ്രസ്താവനയെ ഇങ്ങനെ തീപിടിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ല. ഈ പ്രസ്താവന വളരെ അപകടകരമാണ്. അത് സാമൂഹികമായ അത്തരം ആ പ്രസ്താവനക്കെതിരായിട്ട് നമ്മളെല്ലാം ജാഗ്രത പുലർത്തണം. അത്തരം പ്രസ്താവനക്കാരുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ വളരെ സങ്കുചിതമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് ആരും ഇതിന് തീപിടിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്.